പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ പലപ്പോഴും നമുക്കെപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. എന്താണ് പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ? അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ ഞാനൊരു റീഹാബ് കെയർ കൊടുക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും തെറാപ്പി കൊടുക്കേണ്ടതുണ്ടോ? എൻ്റെ കുട്ടിക്ക് വൈകല്യങ്ങളുണ്ടോ? സംസാരത്തിലോ സ്വഭാവത്തിലോ അല്ലെങ്കിൽ പഠനത്തിലോ അല്ലെങ്കിൽ അവയവങ്ങളിലോ ഈ വൈകല്യങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനും അതിൻ്റെ ശേഷം അതിനെന്തെങ്കിലും ചികിത്സ കൊടുക്കേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പലപ്പോഴും പല പാരൻസിനും അച്ഛനും അമ്മമാർക്കും മക്കളെ പറ്റി അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ പലതും ആലോചിക്കുമ്പോൾ സംശയങ്ങളുണ്ടാവും. അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഏറ്റവും നല്ലതാണ് നമുക്കൊരു പീഡിയാട്രിക് റീഹാബ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് അസസ്മെൻറ്റ് എന്നുള്ളത് ചെയ്യാൻ. അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്ന ഒരു റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടെത്തിയതിൻ്റെ ശേഷം ആ സ്പെഷ്യലിസ്റ്റിനോട് ഒരു അസസ്മെൻറ്റ് നടത്താം. ആ അസസ്മെൻറ്റിൻ്റെ ശേഷം കുട്ടിക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത് അതിനനുസരിച്ച് ആ റീഹാബ് സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടെ മസ്കുലോസ്കെലറ്റൽ അസസ്മെൻറ്റ് നടത്താം, ബിഹേവിയറൽ അസസ്മെൻറ്റ് നടത്താൻ പറ്റും, ക്ലിനിക്കൽ അസസ്മെൻറ്റ് നടത്താൻ പറ്റും. മാത്രമല്ല അവരുടെ ഇൻ്റലക്ച്വൽ ലെവൽസ് അതിന് അതായത് ക്ലിനിക്കൽ അസസ്മെൻറ്റിൻ്റെ പുറമെ പല ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇന്ന് ആധുനികമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് സംവിധാനങ്ങളുടെ അസിസ്റ്റൻസൊക്കെ ഉള്ള ഒരുപാട് ഡിവൈസുകളുണ്ട്. കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നും പഠന വൈകല്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും അല്ലെങ്കിൽ അവരുടെ വിരലുകളുടെ ആക്ടിവിറ്റി, കൈകളുടെ പൊസിഷൻ അല്ലെങ്കിൽ അവർ കൈ നിവർത്തുന്നത് അവർ ഉപയോഗിക്കുന്ന രീതി, നമ്മൾ പറഞ്ഞ ഡെക്സ്റ്റിരിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പലതും, അല്ലെങ്കിൽ നടത്തത്തിലുള്ള പാറ്റേൺ, കാലുകൾക്കുള്ള വളവുകൾ, ഇതെല്ലാം നമുക്ക് ഒരു റീഹാബ് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവർ അസസ്മെൻറ്റ് ചെയ്ത് ഇതിൽ മുന്നോട്ട് പോകുന്നത് മരുന്നുകളാണോ തെറാപ്പിയാണോ അല്ല നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ, പിന്നീട് എപ്പോൾ അസസ്മെൻറ്റ് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്.